ഹായ് ആൾ NV ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോ ലെസൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 12 സുവോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ സ്പെർമറ്റോജനസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു NV ബയോളജി ക്ലാസ്സസിലേക്ക്. സ്പെർമറ്റോജനസിസ് നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചില എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയും. ഒന്നാമത് ഇത് ടെസ്റ്റിസിനെ മുറിച്ച ചിത്രം. നമ്മൾ പറഞ്ഞു സ്പെർമറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് സ്പെർം ആണ്. ഇറ്റ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ടെസ്റ്റിസ് ഓൺലി ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് കണ്ടിന്യൂസ് ഇൻ ദ ഓൾഡ് മെൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ടെസ്റ്റിസ് എടുത്തിട്ട് ആ ടെസ്റ്റിസിനെ, ഇതാണ് ടെസ്റ്റിസ് എന്ന് വിചാരിക്കുക, ആ ടെസ്റ്റിസിനെ മുറിച്ച ചിത്രമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇതാണ് ടെസ്റ്റിസിന്റെ ചിത്രം. ഈ ടെസ്റ്റിസിനകത്ത് ധാരാളം കമ്പാർട്ട്മെന്റുകൾ കാണാം. ഈ കമ്പാർട്ട്മെന്റുകൾ ഏകദേശം 250ഓളം കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ കമ്പാർട്ട്മെന്റിന്റെ പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ എന്ന് പറയുന്നത്. ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ. ഓരോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിന്റെ അകത്ത് 1 to 3 ഹൈലി ഏകദേശം 250 കമ്പാർട്ട്മെന്റ് ഉണ്ട്. 1 2 3 4 5 ഞാൻ വരച്ചിട്ടുള്ളൂ. 250ഓളം കമ്പാർട്ട്മെന്റ് ഉണ്ട്. കമ്പാർട്ട്മെന്റിന്റെ പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ. ഓരോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിന്റെ അകത്ത് 1 to 3 ഹൈലി കോയിൽഡ് ട്യൂബ്യൂൾ കാണാൻ ഞാൻ വരച്ചു. ഈ 1 to 3 ഹൈലി കോയിൽഡ് ട്യൂബ്യൂളിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് ലൈൻഡ് ബൈ, ഈ സെമിനിഫറസ് ട്യൂബ്യൂളിനെ ലൈൻ ചെയ്തുകൊണ്ട് രണ്ട് ടൈപ്പ് സെൽ ഉണ്ട്. ഒരു ടൈപ്പ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് സ്പെർമറ്റോഗോണിയ. സ്പെർമറ്റോഗോണിയ എന്ന് പറയും. ഇതിന്റെ വേറെ പേരാണ് സ്പെർം മദർ സെൽ. സ്പെർം മദർ സെൽ, വേണമെങ്കിൽ മെയിൽ ജേം സെൽ എന്നും വിളിക്കാം. മെയിൽ ജേം സെൽ എന്നും വിളിക്കാം. അപ്പൊ ഒന്നുകൂടിയും പറയാം, ഒരു ടെസ്റ്റിസിനകത്ത് ഏകദേശം 250 കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. കമ്പാർട്ട്മെന്റ് പേര് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ. ഓരോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിനകത്ത് 1 to 3 ഹൈലി കോയിൽഡ് ട്യൂബ്യൂൾ കാണാം. അവനാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് ലൈൻഡ് ബൈ 2 kinds of cell. ഒന്ന് അതിനകത്ത് രണ്ട് ടൈപ്പ് സെൽ. ഒന്ന് സ്പെർമറ്റോഗോണിയ, അവന്റെ വേറെ പേര് സ്പെർം മദർ സെല്, വേറെ പേര് മെയിൽ ജേം സെൽ എന്ന് പറയും. രണ്ടാമത്തെ സെല്ലിന്റെ പേരാണ് സർട്ടോളി സെൽ എന്ന് പറയും. സർട്ടോളി സെൽ. വേറെ പേരാണ് നഴ്സിംഗ് സെൽ എന്ന് പറയും. നഴ്സിംഗ് സെൽ എന്ന് പറയും. സ്പെർമറ്റോഗോണിക്ക് ആവശ്യമായ ന്യൂട്രീഷൻ കൊടുക്കുക, സ്പെർമിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ കൊടുക്കുക. അതൊക്കെയാണ് ആരുടെ പണി? സർട്ടോളി സെൽ. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേര് നഴ്സിംഗ് സെൽ, സപ്പോർട്ടിംഗ് സെൽ എന്നൊക്കെ പറയും. അപ്പൊ ഈ സ്പെർമറ്റോഗോണിയുടെ വർക്ക് എന്താണ്? ഈ സ്പെർമറ്റോഗോണിയ മിയോസിസിന് വിധേയമായിട്ടാണ് എന്തായിട്ട് മാറുന്നത്? സ്പെർമായി മാറുന്നത്. സ്പെർമറ്റോഗോണിയുടെ ക്രോമസോം സംഖ്യ 46 ആണ്. ഈ 46 ക്രോമസോം സംഖ്യയാണ് സ്പെർമറ്റോഗോണിയ മിയോസിസിന് വിധേയമായിട്ടാണ് എന്താവുന്നത്? സ്പെർം. അതുകൊണ്ട് സ്പെർമിന്റെ ക്രോമസോം സംഖ്യ എത്രയാണ്? 23 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇതാണ് ഒന്നാമത്തെ കാര്യം, മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. സോ സ്പെർമറ്റോജനസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പെർം. സ്പെർം ഉണ്ടാകുന്ന പ്രോസസ് ആണ് സ്പെർമറ്റോജനസിസ്. ഇറ്റ് ടേക്ക് പ്ലേസ് ഓൺലി ഇൻ ദ ആഫ്റ്റർ പ്യൂബർട്ടി. പ്യൂബർട്ടിക്ക് ശേഷമാണ്. എപ്പോഴാ പ്യൂബർട്ടി ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹൈപ്പോതലാമസിൽ നിന്ന് GnRH റാപ്പിഡ് സെക്രീറ്റ് ചെയ്ത് ധാരാളം സെക്രീറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പ്യൂബർട്ടി ആകുന്നത്. അപ്പം മാത്രം സ്പെർമറ്റോജനസിസ് തുടങ്ങുള്ളൂ. അതിനുശേഷം നമ്മൾ കുറച്ച് ടെസ്റ്റിസിനെ മുറിച്ച് നോക്കിയുള്ള ഭാഗം ഏകദേശം 250ഓളം കമ്പാർട്ട്മെന്റ് ഉണ്ട്. ആ കമ്പാർട്ട്മെന്റ് പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ. ഓരോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിനകത്ത് 1 to 3 ഹൈലി കോയിൽഡ് ട്യൂബ്യൂൾ ഉണ്ട്. അവനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെമിനിഫറസ് ട്യൂബ്യൂൾ. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് ലൈൻഡ് ബൈ 2 kinds of cell. The first one is called spermatogonia. 46 chromosome ആണ്. അത് മയോസിസ് വഴിയാണ് സ്പെർം ഉണ്ടാകുന്നത്. മറ്റേ സർട്ടോളി സെൽ. സ്പെർമിന് ആവശ്യമായ ന്യൂട്രീഷൻസ് ഒക്കെ കൊടുക്കണം അവന്റെ പണി. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന നഴ്സിംഗ് സെൽ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സെൽ. ഒരു കാര്യം കൂടി പറയാം, ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബിൾ, ഏകദേശം സെമിനിഫറസ് ട്യൂബിളിന് ഔട്ട്സൈഡ് ഏകദേശം ഇവിടെ വരയ്ക്കാം. അതിനകത്ത് രണ്ട് ടൈപ്പ് സെൽ ഉണ്ട്. ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബിൾ രണ്ട് ടൈപ്പ് സെൽ ഉണ്ടാവും. അതിനകത്ത് ഒരു സെല്ലിന്റെ പേരാണ് ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കും. ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. Outside the seminiferous tubule there is a space called interstitial space. അതിനകത്ത് രണ്ട് പേരുണ്ട്. ഒന്ന് ചെറിയ ബ്ലഡ് വെസലുകളുണ്ട്. രണ്ടാമത്തെ സെല്ലിന്റെ പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽ എന്ന് പറയും. ഇന്റർസ്റ്റീഷ്യൽ സെൽ. അവന്റെ വേറെ പേരാണ് എന്ത് സെല്ല്? ലാഡിക് സെൽ. അവൻ ഉണ്ടാക്കുന്ന ഹോർമോണാണ് ആൻഡ്രോജൻ എന്ന് പറയും. നമുക്കറിയാം എന്താണ് ആൻഡ്രോജൻ. എക്സാമ്പിൾ
spermatogenesis. So outside the seminiferous tubule there is a space called interstitial space which contains small blood vessels. ചെറിയ blood vessel ഉണ്ട്, interstitial cell ഉണ്ട്. interstitial cell വേറെ പേരാണ് Leydig cell. അതുണ്ടാക്കുന്ന ഹോർമോൺ പേരാണ് ആൻഡ്രോജൻ. ഇതാണ് ആദ്യത്തെ ബേസ് കാര്യം. എന്ത് പഠിക്കുന്നതിന് മുന്നേ സ്പെർമറ്റോജനസിസ് പഠിക്കുന്നതിന് മുന്നേ. അപ്പോൾ സ്പെർമിന് ആവശ്യമായ ന്യൂട്രീഷൻ കൊടുക്കുന്ന സെല്ലിന്റെ പേരെന്താണ്? സെർട്ടോൾ സെൽ. ഇനി രണ്ടാമത്തെ ബേസ് കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽ ഡിവിഷൻസിനെ കുറിച്ച് പഠിക്കാം. സെൽ ഡിവിഷനുകളെ കുറിച്ച് പഠിക്കാം. രണ്ടാമത്തത് സെൽ ഡിവിഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം രണ്ട് ടൈപ്പ് സെൽ ഡിവിഷൻ ഉണ്ട്. ഒന്ന് മൈറ്റോസിസ് എന്ന് പറയും, മലയാളത്തിൽ ക്രമഭംഗം എന്ന് പറയും. ഒരു 46 ക്രോമസോമുള്ള ഒരു സെല്ല് മൈറ്റോസിസിന് വിധേയമായ 2 സെല്ലുകൾ ഉണ്ടാകും. അതിന് ക്രോമസോം സംഖ്യ എത്ര തന്നെയായിരിക്കും? 46 ഇനി ഇവനും മൈറ്റോസിസിന് വിധേയമായ 2 ടൈപ്പ് സെല്ല് ഉണ്ടാകും. ഇവനും ഇന്ന രണ്ട് ടൈപ്പിലെ 2 സെല്ലുകൾ ഉണ്ടാകും. അപ്പൊ അവന്റെ ക്രോമസോം സംഖ്യയും മാറുന്നില്ല. അപ്പൊ ക്രോമസോം സംഖ്യ മാറാത്ത ടൈപ്പ് സെൽ ഡിവിഷൻ ആണ് ഏതെന്ന് പറയുന്നത്? മൈറ്റോസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും മൈറ്റോസിസ്. ഇനി അടുത്തതാണ് മിയോസിസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഊനഭംഗം എന്ന് പറയും. മിയോസിസ് പറയുമ്പോൾ കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ചൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ. മിയോസിസിന് 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് മിയോസിസ് 1, 2 മിയോസിസ് 2. മിയോസിസ് 1ഉം മിയോസിസ് 2ഉം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പറയാൻ കഴിയുള്ളൂ? മിയോസിസ് കംപ്ലീറ്റ് ചെയ്ത് പറയാൻ കഴിയുള്ളൂ. സോ മിയോസിസ് 1 മിയോസിസ് 2 നമുക്കൊന്ന് വരച്ചു നോക്കാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ 46 ക്രോമസോമുള്ള ഒരു സെല്ല്, അതാദ്യം എന്തിന് വിധേയമായി? മിയോസിസ് 1ന് വിധേയമായ 2 സെല്ല് ഉണ്ടാകും. അതിന്റെ ക്രോമസോം സംഖ്യ പകുതിയായി മാറും. റിഡക്ഷണൽ ഡിവിഷൻ ആയിരിക്കും. ഇനി ഇപ്പോൾ എന്ത് കഴിഞ്ഞു? മിയോസിസ് 1 കഴിഞ്ഞു. ഇപ്പോഴും എന്ത് കഴിഞ്ഞിട്ടില്ല? മിയോസിസ് കഴിഞ്ഞിട്ടില്ല. ഇനി ഉണ്ടായ ഓരോ സെല്ലും എന്തിന് വിധേയമാകും? മിയോസിസ് 2ന് വിധേയമാകും. ഇതിനകത്തുനിന്ന് 2 സെൽ, ഇതിനകത്തുനിന്ന് 2 സെൽ ഉണ്ടാവും. പക്ഷെ ക്രോമസോം സംഖ്യ എത്ര തന്നെയായിരിക്കും? ഇത് തന്നെയായിരിക്കും. അതായത് മിയോസിസ് 2 ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു എന്താണ്? മൈറ്റോസിസിന് ആൾമോസ്റ്റ് ഈക്വൽ ആണ്. സോ മിയോസിസ് 1ഉം മിയോസിസ് 2ഉം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ മിയോസിസ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയുള്ളൂ. മിയോസിസ് 1ന്റെ ഫലമായിട്ട് ക്രോമസോം സംഖ്യ പകുതിയാകും. മിയോസിസ് 2ല് ക്രോമസോം സംഖ്യ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പെർമറ്റോജനസിസ് ആരംഭിക്കാം. സ്പെർമറ്റോജനസിസ്, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പെർം എന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാവുന്ന കാര്യമാണ് ടെസ്റ്റിസിനകത്തുള്ള കമ്പാർട്ട്മെന്റ് ടെസ്റ്റിക്കുലർ ലോബ്യൂളാണ്. അതിനകത്തുള്ള 1 to 3 ഹൈലി കോൾഡ് ട്യൂബിൾ വിളിക്കുന്ന പേരാ സെമിനിഫറസ് ട്യൂബിൾ. ഞാൻ പറഞ്ഞു സെമിനിഫറസ് ട്യൂബിൾ ഈസ് ലൈൻഡ് ബൈ 2 kinds of cell, namely spermatogonium. ആ സ്പെർമറ്റാഗോണിയത്തിന്റെ ചിത്രമാണ് ഡയഗ്രാമാറ്റിക്കിലൂടെ കാണിച്ചത്. സ്വാഭാവികമായിട്ട് സ്പെർമറ്റാഗോണിയം എന്ന് പറയുന്ന 46 ക്രോമസോം അതിനകത്തുണ്ടാകും. അത് ആദ്യം എന്ത് ചെയ്യും? പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഡിവൈഡ് ചെയ്യും, ധാരാളമായിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് വിളിക്കുന്ന പേര് ഏത് പ്രോസസ് വഴി ഡിവൈഡ് ചെയ്യും? മൈറ്റോസിസ്. അപ്പൊ ക്രോമസോം സംഖ്യ വന്നില്ല. അപ്പൊ ഉണ്ടായ സ്പെർമറ്റാഗോണിയം ധാരാളമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനകത്തുള്ള ചില സ്പെർമറ്റാഗോണിയം ഡിവൈഡ് ചെയ്തല്ല, ചില സ്പെർമറ്റാഗോണിയം ഒന്ന് വലുതാകുന്നു, സൈസ് ഒന്ന് വലുതാകുന്നു. Increase in size by absorbing nutrient from the surrounding cell. ഒന്നുകൂടി പറയാം, സ്പെർമറ്റാഗോണിയ ഉണ്ട് ഏതിനകത്ത്? സെമിനിഫറസ് ട്യൂബിളിനകത്ത് ലൈൻഡ് ബൈ 2 kinds of cell, namely spermatogonium and sertoli cell. ആ സ്പെർമറ്റാഗോണിയ എന്ത് ചെയ്യും? മൈറ്റോസിസിന് വിധേയമാകും. എപ്പോ? പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞാൽ. അതിനുശേഷം ഈ ധാരാളം സെല്ലുകളായി മൈറ്റോസിസിന് വിധേയമായി. അതിനകത്തുള്ള ചില സെല്ലുകൾ ഇൻക്രീസ് ഇൻ സൈസ് ബൈ അബ്സോർബിങ് ന്യൂട്രിയൻ ഫ്രം ദ സറൗണ്ടിങ് റീജിയൻ. ചുറ്റുമുള്ള ഭാഗത്ത് നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് നന്നായി വരും. ഇതിനേക്കാളൊക്കെ ഏകദേശം ഡബിൾ സൈസ് ആവുന്ന പറയാം. തൽക്കാലം ഞാൻ ചെറിയ സൈസ് ആക്കാണ്, കാരണം ബോഡിന് വലിപ്പം കുറവാണ്. അപ്പൊ ഈ സെല്ലിനെ വിളിക്കുന്ന പേര് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. അതിന്റെ ക്രോമസോം സംഖ്യ എത്ര തന്നെ ആയിരിക്കും? 46. കാരണം ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഏതെന്നുണ്ടായതാണ്? സ്പെർമറ്റാഗോണിയം ഉണ്ടായ ഏത് പ്രോസസ് വഴി? മൈറ്റോസിസ്. അതിനുശേഷം ധാരാളം ഉണ്ടായ സ്പെർമറ്റാഗോണിയം ഇൻക്രീസ് ഇൻ സൈസ് ബൈ അബ്സോർബിംഗ് ദ ന്യൂട്രിയൻ ഫ്രം ദ സറൗണ്ടിങ് മീഡിയ ആണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഈ സെല്ലുകളൊക്കെ ഒന്ന് വലുതാകും. ആ വലുതായ സെല്ലിന്റെ പേര് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. അപ്പൊ ക്രോമസോം സംഖ്യ ഡിപ്ലോയിഡ് തന്നെയായിരിക്കും, 46 ആയിരിക്കും. ഇതിന് ശേഷം ഉണ്ടായ ഈ പ്രൈമറി സ്പെർമറ്റോ ഇതൊക്കെ വലുതാകും കേട്ടോ, ഇതൊക്കെ വലുതാകും. ആ വലുതായ സെല്ലിനെ വിളിക്കുന്ന പേര് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ഈ വാക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ചില്ല. ടെക്സ്റ്റ് ബുക്ക് ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്തിനു വിധേയമാകും? മിയോസിസ് 1ന് വിധേയമാകും. മിയോസിസ് 1ന് വിധേയമാകും
നോക്കുമ്പോൾ ഇത് 2 സെല്ലുകളായി മാറും. ഇങ്ങനെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് മിയോസിസ് 1 വിധേയമായ 2 ഈക്വൽ സൈസ്ഡ് സെല്ലാവും. ആ 2 ഈക്വൽ സൈസ്ഡ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ക്രോമസോം സംഖ്യ എത്രയായിരിക്കും? നേർപകുതിയായിരിക്കും. അത് എത്രയായിരിക്കും? 23 ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു മിയോസിസ് 1ന്റെ ഫലമായിട്ട് ക്രോമസോം സംഖ്യ പകുതിയാവുക ചെയ്യുക. ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് പറഞ്ഞാൽ 46 ക്രോമസോം ആണ്. അത് മിയോസിസ് 1 വിധേയമായി 2 ഈക്വൽ സൈസ്ഡ് സെല്ലാവും. ആ സെല്ലിനെ വിളിക്കുന്നവരെ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ക്രോമസോം സംഖ്യ എത്രയാണ്? 23 ആണ്. അങ്ങനെ ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് മിയോസിസ് 1 കഴിഞ്ഞാൽ എന്തിനും വിധേയമാകും? മിയോസിസ് 2 വിധേയം. അപ്പൊ വീണ്ടും ഇതിനകത്തുനിന്ന് 2 ഈക്വൽ സൈസ്ഡ് സെല്ലായി. അവന്മാരെ വിളിക്കുന്ന പേരാ സ്പെർമാറ്റിഡ്. അവന്റെ ക്രോമസോം സംഖ്യയും എത്ര തന്നെയായിരിക്കും? 23 ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് മിയോസിസ് 2 ക്രോമസോം സംഖ്യ മാറുന്നില്ല, സെയിം തന്നെ ആയിരിക്കും. അപ്പൊ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് അത് മിയോസിസ് 1 വിധേയമായി 2 ഈക്വൽ സൈസ്ഡ് സെല്ലായി. അവർ വിളിക്കുന്ന പേരാ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് മിയോസിസ് 2 വിധേയമായി ഈക്വൽ സൈസ്ഡ് സെല്ലിനോ അതിനെ വിളിക്കുന്ന പേരാ സ്പെർമാറ്റിഡ്. അവന്റെ ക്രോമസോം സംഖ്യ എത്രയാണ്? 23 ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? സ്പെർമാറ്റിഡ്. ആ സ്പെർമാറ്റിഡ് കുറെ രൂപമാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്? സ്പെർമറ്റോജനസിസ്. ഈ സ്പെർമാറ്റിഡ് കുറെ ഡിഫറൻസിയേഷനും കുറെ രൂപമാറ്റങ്ങൾക്ക് വിധേയമായിട്ട് എന്തായി മാറുന്നു? സ്പേമായി മാറുന്നു. സ്പേമിന് നമുക്കറിയാം 4 ഭാഗങ്ങൾ: ഹെഡ്, നെക്ക്, മിഡിൽ പീസ്. ഇത് ഏകദേശം നോൺ മോട്ടൈലാ. ഇത് മൂവ് ചെയ്യാത്ത സാധനം. അതിന് മൂവ് ചെയ്യുന്ന വാല്, അക്രോസോം, ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയില്, മൈറ്റോകോൺട്രിയ അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഈ സ്പെർമാറ്റിഡ് സ്പേമായിട്ട്. ഇങ്ങനെ സ്പെർമാറ്റിഡ് സ്പേമായി മാറുന്ന പ്രോസസ്സിന്റെ പേരാണ് സ്പെർമിയോജനസിസ് എന്ന് പറയും. എന്ത് ജനസിസ്? സ്പെർമിയോജനസിസ്. അപ്പൊ ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സ്പെർമാറ്റിഡ് സ്പേമായി മാറുന്ന പ്രോസസ്സിന്റെ പേര് എന്താണ്? സ്പെർമിയോജനസിസ്. അപ്പൊ സ്പെർമിന്റെ ക്രോം സംഖ്യ എത്രയായിരിക്കും? 23 തന്നെയായിരിക്കും. അറിയുന്ന കാര്യമാണ്, 23 തന്നെയായിരിക്കും. അപ്പൊ ഒന്നുകൂടിയും പറയാം, നമ്മുടെ സ്പെർമറ്റോജനസിസ് ആരംഭിക്കുന്നത് പ്യൂബർട്ടിന്റെ സമയത്താണ്. ടെസ്റ്റിസിനകത്തുള്ള സെമിനിഫറസ് ട്യൂബിനകത്തുള്ള സ്പെർമറ്റോഗോണിയ മൈറ്റോസിസിന് വിധേയമാകുന്നു. അതിനകത്തുള്ള ചില സെല്ലുകൾ ചുറ്റുമുള്ള സറൗണ്ടിങ് മീഡിയത്തിനകത്തുനിന്ന് ന്യൂട്രൻ ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്ത് നന്നായി വലുതാകുന്ന സെല്ലിന്റെ പേര് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ക്രോം സംഖ്യ 46 ആണ്. അത് മിയോസിസ് 1 വിധേയമാകുന്നു. അങ്ങനെ 2 ഈക്വൽ സൈസ്ഡ് സെല്ലാകുന്നു. അതിന് വിളിക്കുന്ന പേര് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ക്രോം സംഖ്യ 23. അത് മിയോസിസ് 2 വിധേയമാകുന്നു. ഓരോന്നും 2 സെല്ലുകൾ വീതം ഉണ്ടാകുന്നു. അങ്ങനെ സ്പെർമാറ്റിഡ്. ക്രോം സംഖ്യ 23 ആണ്. ആ സ്പെർമാറ്റിഡ് നോൺ മോട്ടൈലാണ്. അതിന് ഡിഫറൻസിയേഷന് വിധേയമായിട്ട് സ്പെർമായി മാറുന്നു. ആ പ്രോസസ്സിന് പേരാണ് സ്പെർമിയോജനസിസ്. അപ്പൊ എന്താണ് സ്പെർമിയോജനസിസ് വെച്ചാൽ സ്പെർമാറ്റിഡ് സ്പെർമായി മാറുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്പെർമിയോജനസിസ്. കഥ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെർമറ്റോജനസിസ്. ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ധാരാളമായി സ്പേം ഉണ്ട്. ഈ സ്പേം എന്ത് ചെയ്യുന്ന വെച്ചാൽ സർട്ടോളി സെൽ എന്ന് പറയുന്ന സെല്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സർട്ടോളി സെൽ ഇതിനകത്തുള്ള സെൽ. നേരത്തെ പറഞ്ഞു സെമിനിഫറസ് ട്യൂബിൽ ഈസ് ലൈൻഡ് ബൈ 2 kinds of cell, namely spermatogonia, സർട്ടോളി സെൽ. സ്പെർമറ്റോഗോണിയ സ്പേമായി മാറി. ഇതിനുശേഷം സ്പേമായി മാറി കഴിഞ്ഞതിന് ശേഷം സ്പേമിന്റെ തല, ഹെഡ്, സർട്ടോളി സെല്ലിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് വെക്കും. ഇതുപോലെ. ഇതാണ് സ്പേമെങ്കിൽ അവൻ അതിന്റെ തല സർട്ടോളി സെല്ലിന്റെ ഉള്ളിൽ ഇട്ടു. നമുക്കറിയാം സർട്ടോളി സെല്ലിന്റെ പണി എന്താ? സ്പേമിന് ആവശ്യമായ ന്യൂട്രീഷൻസ് ഒക്കെ കൊടുക്കുക. അതുകൊണ്ട് അവൻ വിളിക്കുന്നത് നഴ്സിംഗ് സെൽ. ഇംഗ്ലീഷിലാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ച പദം the head of the sperm is embedded in the Sertoli cell. എങ്ങനെ മനസ്സിലാവും Sertoli cell? Sertoli cell ചിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇലോങ്ങേറ്റഡ് സെല്ലായിരിക്കും. എന്തിന്? Sertoli cell. ചിത്രത്തിൽ കൊടുത്ത ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ചിത്രം ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ കറക്റ്റ് ഫ്ലോ ചാർട്ട്. ഈ ചിത്രം നേരെ തലകുത്തനെ പിടിച്ചാൽ കറക്റ്റ് ഇതേ ഫ്ലോ ചാർട്ടിൽ വരുന്നതാണ്. സ്പെർമറ്റോഗോണിയ, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ് സ്പേമിന് കറക്റ്റ് ആയിട്ട് കാണുന്നതാണ്. എങ്ങനെ മനസ്സിലാവും ഇതിൽ Sertoli cell? Sertoli cell എപ്പോഴും ഇലോങ്ങേറ്റഡ് സെല്ലായിരിക്കും എന്ന് മനസ്സിലാക്കുക. എപ്പോഴും ഇലോങ്ങേറ്റഡ് സെല്ലായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം അങ്ങനെ സ്പേം ഉണ്ടായി. സ്പേമിന്റെ തല ഏതിനകത്തിട്ടു? സർട്ടോളി സെൽ. അതിനുശേഷം സ്പേം ഇതിനകത്തുനിന്ന് ഇതുവഴി ഇങ്ങനെ റിലീസ് ചെയ്യും. ആ പ്രോസസ്സിന്റെ പേരാണ് സ്പെർമിയേഷൻ. എന്ത്? സ്പെർമിയേഷൻ. എല്ലാവർക്കും കൺഫ്യൂഷൻ 3 പദങ്ങളാണ്. സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് സ്പെർമറ്റോജനസിസ്. സ്പെർമാറ്റിഡ് സ്പേമായി മാറുന്ന പ്രോസസ്സിന്റെ പേരാണ് സ്പെർമിയോജനസിസ്. അതിനുശേഷം സ്പേമി ടെസ്റ്റിസിനകത്തുനിന്ന് സെമിനിഫറസ് ട്യൂബ്യൂൾ, റീറ്റ ടെസ്റ്റിസ്, വാസ് എഫറൻഷ, എപ്പിഡിഡിമിസ്, വാസ് എഫറൻസ് വഴി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാനുള്ളത്. സ്പെർമറ്റോജനസിസിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റിന് എത്ര സ്പേം പ്രൊഡ്യൂസ് ചെയ്യും? 4 സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിന് എത്ര സ്പേമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? 2 സ്പേമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പം എപ്പോഴും
എപ്പോഴും മനസ്സിൽ വെക്കുക, ഒരു പ്രൈമറി സ്പെർമറ്റോസൈഡിന് 4 സ്പേം, ഒരു സെക്കൻഡറി സ്പെർമറ്റോസൈഡിന് 2 സ്പേം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്പെർമറ്റോജനസിസിനെ കുറിച്ച്. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം ഈസ് കോൾഡ് സ്പെർമറ്റോജനസിസ്. ഈ ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ട് പഠിക്കണം. സ്പെർമറ്റോഗോണിയം, മൈറ്റോസിസ് വഴി പ്രൈമറി സ്പെർമറ്റോസൈഡ്സ്, പിന്നെ മിയോസിസ് 1 കഴിഞ്ഞ് സെക്കൻഡറി സ്പെർമറ്റോസൈഡ്, പിന്നെ മിയോസിസ് 2 കഴിഞ്ഞിട്ട് സ്പെർമാറ്റൈഡ്. ഈ സ്പെർമാറ്റൈഡ് സ്പേമായി മാറുന്ന പ്രോസസ്സിന്റെ പേരാണ് സ്പെർമിയോജനസിസ്. ഇതോടുകൂടി ഈ വീഡിയോ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ സ്പെർമറ്റോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, NV Biology ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഈ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ഇമെയിൽ ആയിട്ടും വരുന്നതാണ്. താങ്ക് യു, ബൈ.